വീടിൻ്റെ ഇത് ചെമ്പരത്തിയാണ്. ഇത് നമ്മുടെ ഉണ്ടോ ചെമ്പകം, അമ്പലത്തിലൊക്കെ ഉള്ള ചെമ്പകം. ഇതിൻ്റെ പേര് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് പറയണം. സത്യത്തിൽ ഞാൻ പെട്ടെന്ന് മറന്നു. അരിവേപ്പ്, കറിവേപ്പ്, തുളസി, ഇതെല്ലാം കടന്നിട്ട് തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി, പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് കാന്താരി, ഇതും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് കുഞ്ഞൊരു തെങ്ങൻ്റെ. പിന്നെ ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടം ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങാൻ. വണ്ടി ഞാൻ ഇറങ്ങുന്നേയില്ല. കണ്ടോ, വാഴകളെല്ലാം മൂക്കാതെ ഒടിഞ്ഞു കിടക്കുകയാണ്. 1, അടുത്ത ബാക്കിലോട്ട് നോക്ക്, 2, ഇതാ വെട്ടി നോക്ക്, 3, ഇതാ മൂത്തിട്ടേ ഇല്ല. അടുത്തത് ഇതാ 4, ഒട്ടും മൂത്തിട്ടില്ല. ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്നൊക്കെ 2-3 എണ്ണം മാഷിപ്പോൾ പിഴുത് കളഞ്ഞു. ഇതാ അടുത്തത് 5. അങ്ങനെ ഞാൻ വളരെ സ്നേഹിച്ച് പരിപാലിച്ചു കൊണ്ടു നടന്ന എൻ്റെ വാഴയെല്ലാം 1/4 ഭാഗം മൂപ്പായതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഒടിഞ്ഞു വീണു. ഒന്നിനും പറ്റില്ല. ഒരു തോരൻ്റെ പരുവം പോലും ആയിട്ടില്ല. ചിലത് തോരൻ്റെ പരുവമായി. പക്ഷേ തോരൻ്റെ പരുവമായതുകൊണ്ട് എത്ര തോരൻ വയ്ക്കും? ഇവിടെ 2 പേരേ ഉള്ളൂ. അത് വിജയൻ മാഷക്ക് ഇതൊന്നും വേണ്ട, പിന്നെ ഞാൻ മാത്രം. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. അന്നേരം ഞാൻ ചിന്തിച്ചത് എന്നെക്കുറിച്ചല്ല, കടവും പലിശയ്ക്കും ഒക്കെ പണമെടുത്ത് കൃഷി ഇറക്കിയ സാധുക്കളായിട്ടുള്ള കർഷകരെ ആലോചിക്കുമ്പോൾ എൻ്റെ വിഷമമൊക്കെ പമ്പ കടന്നു. ഇത് കുഞ്ഞു വിഷമമല്ലേ, എന്നാലും അവനവൻ്റെ വിഷമം അവനവന് വലുത് തന്നെയാണ്. പക്ഷേ മറ്റുള്ളവരുടെ വലിയ വിഷമത്തെ കൂടി നമ്മൾ പരിഗണിക്കണമല്ലോ. അപ്പോൾ ഒരുപാട് കടമൊക്കെ എടുത്ത് കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന പാവം കർഷകരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ വാഴയൊക്കെ ഒടിഞ്ഞു വീണ് ഇങ്ങനെ നശിച്ചു പോയതിൽ ഉള്ള വിഷമം വളരെ ലഘുവായിട്ട് തോന്നുന്നു. ഇതുകൊണ്ട് മാത്രം, കൃഷി കൊണ്ട് മാത്രം, കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരല്ലേ നമ്മളുടെ ജനങ്ങളിൽ ഒരു ഭൂരിഭാഗവും. അപ്പോൾ അത് ഒരുപാട് കടമൊക്കെ എടുത്തല്ലേ അവരിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നെൽകൃഷി, തെങ്ങ് കൃഷി, വാഴക്കൃഷി, അങ്ങനെ കൃഷികളെല്ലാം കടമെടുത്തൊക്കെ അല്ലേ പാവങ്ങൾ കർഷകർ ചെയ്തത്. അത് മുഴുവനും ഈ വേനൽക്കാലത്ത് നശിച്ചു പോയപ്പോൾ എൻ്റെ വാഴകളൊക്കെ പോയതിനെക്കുറിച്ച് ഇനി ഒടിയാൻ തയ്യാറെടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഒടിഞ്ഞു വീഴാൻ തയ്യാറെടുത്താണ് കൊലകളൊക്കെ നിൽക്കുന്നത്. എന്തൊരു സങ്കടമെന്ന് ആലോചിച്ച് നോക്ക്. പക്ഷേ പ്രിയപ്പെട്ട കർഷകരെ, നിങ്ങൾക്കിപ്പോൾ ഈ നഷ്ടം സംഭവിച്ചെങ്കിലും അതെല്ലാം അടുത്ത വർഷം നിങ്ങൾക്ക് മാറിക്കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് അതിലും വിഷമം ഉണ്ടായൊരു കാര്യം എന്താ അറിയോ? അതായത് പിന്നെ ഈ കൊല ഇപ്പോൾ ഒടിഞ്ഞു വീഴും കേട്ടോ. ചെരിഞ്ഞു വരിക. സംഭവം എന്നാ വെച്ചാൽ എന്തെന്ന് വെച്ചാൽ അതായത് ഒരു കർഷകൻ്റെ ദുഃഖം അത് ഞാൻ പേപ്പറിൽ ന്യൂസിൽ കൂടെ കണ്ടു. അദ്ദേഹം പിന്നെ ഈ അതിൻ്റെ പേര് മറന്നല്ലോ, കുമ്പളങ്ങായ തടിയങ്കായില്ലേ, അത് 1000 തടിയങ്ക കാണും കൂട്ടിയിട്ടിരിക്കുന്നു. മേടിക്കാൻ ആളില്ലാതെ, വാങ്ങാൻ ആളില്ലാതെ 1000 തടിയങ്ക കാണും കുമ്പളങ്ങ. കഷ്ടം. എന്നിട്ട് ചാക്കിലൊരു 20 എണ്ണം വെച്ച് തലച്ചുമടേ ചുവന്നുകൊണ്ട് പോന്നു. ചുമട്ടുകൂലി പോലും കിട്ടുമോയെന്നറിയില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് പൂവിട്ട് കായാകാൻ തുടങ്ങിയപ്പോൾ
എന്തുമാത്രം അദ്ദേഹം സന്തോഷിച്ചിട്ടുണ്ടാവുമല്ലേ. ആ സന്തോഷമെല്ലാം ഒന്നിച്ച് നല്ല വിളവ് കിട്ടി. പക്ഷെങ്കിൽ ഇതെല്ലാം കൂടെ വാങ്ങാൻ ആളില്ലാതെ വന്നു. അപ്പോൾ ഇത് നിറയെ സമൃദ്ധമായിട്ടുണ്ടായാലും അത് വിപണനത്തിനുള്ള സാധ്യതകളും കൂടി ഉണ്ടാകണമല്ലോ. അപ്പോൾ ഒരു വശത്തെ നല്ല വിളവ് കിട്ടിയപ്പോൾ അത് വാങ്ങാൻ ആളില്ലാതാകുന്നു. മറുവശത്ത് പിന്നെ വിളവെല്ലാം നശിക്കുന്നു. എല്ലാ വിളകളും, പ്രത്യേകിച്ച് പാലക്കാട് മുഴുവൻ കർഷകരെയും ദുരിതത്തിലാക്കിക്കൊണ്ട് ആണ് ഈ സീസൺ കടന്നു പോകുന്നത്. ഇവിടെ പെട്ടെന്ന് മഴ വരാനും നെല്ലൊക്കെ കൊയ്യുന്ന കാലം, ഇത് നെല്ലൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നെൽപ്പാടങ്ങളൊക്കെ കരിഞ്ഞ് ഒന്നുമില്ലാതെ വെറും മണലാരണ്യം പോലെ ആയി കിടക്കുകയാണെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ എൻ്റെ ഈ അഞ്ച് വാഴ ഇപ്പം തന്നെ ഒടിഞ്ഞു കിടക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു. ഇനി അങ്ങ് ഒടിയാൻ കാത്തിരിക്കുന്നു 2-3 പേര്. നമ്മുടെ കൊച്ചു ദുഃഖമായത്, കൊച്ചു ദുഃഖം. എന്നാലും നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്ന പോലെയല്ലേ ഈ വാഴകളെയൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത്, സസ്യങ്ങളെയൊക്കെ. അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു വയ്യാഴി വരുമ്പോൾ നമ്മളെ വല്ലാതെ മനസ്സലട്ടുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇത്രയും വാഴ ഒന്നിച്ചങ്ങോട്ട് കായ്ച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ ഒന്നിച്ച് കുലച്ചല്ലോ, ഓരോന്നായിട്ട് മതിയായിരുന്നു. എന്നാൽ പിന്നെ ഓരോന്ന് അല്ല, ഇതിപ്പോൾ വെട്ടിക്കൊണ്ട് കടയിൽ കൊടുക്കും, അതിനൊന്നും ഇവിടെ ആരുമില്ല. പിന്നെ ഒരാളെ വിളിച്ചതൊക്കെ വെട്ടി ഓട്ടോറിക്ഷ വിളിച്ച് ഒക്കെ കൊണ്ടുവരുമ്പം ഓട്ടോറിക്ഷയുടെ കൂലിയും കടയിൽ നിന്ന് തുച്ഛമായ വിലയെ കിട്ടും. അതുകൊണ്ട് ഒരിക്കലും കൊടുക്കാറില്ല. പിന്നെ അടുത്ത ഓരോ കൊലയാണെങ്കിൽ അടുത്ത വീട്ടുകാർക്കൊക്കെ കുറച്ച് കൊടുത്തു, മോൻ്റെ അവിടേക്കും കുറച്ച് കൊടുത്തു വിട്ടു, മറ്റേ ഇവിടെ രജനിക്കും കുറച്ച് കൊടുത്തു, ഞങ്ങളും എടുക്കുമ്പോൾ അതങ്ങ് കഴിയും. എന്തായാലും ഈ കൊലകളെല്ലാം ഒന്നോടെ ഇങ്ങനെ ഒടിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത വേദനയായിപ്പോയി. എങ്കിലും കർഷകൻ അനുഭവിക്കുന്ന ദുരിതം ആലോചിക്കുമ്പോൾ, കർഷകൻ്റെ വിളയെല്ലാം നശിച്ചത് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിന് ഈ വിഷമം വലിയ വിഷമമല്ല. അതേസമയം ആ ദുഃഖിക്കുന്ന കർഷകനെക്കുറിച്ച് ആലോചിച്ച് എൻ്റെ മനസ്സ് വല്ലാതെ വേദനപ്പെടുകയാണ്. നിങ്ങളെല്ലാവരും ഈ പൂവിൻ്റെ പേര് പറയണം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞതങ്ങ് മറന്നുപോയി. എന്താണ് ഇന്നലെ വരെ, കുറച്ച് മുമ്പേ വരെ ഇതിൻ്റെ പേര് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ നോക്കൂ, എന്താണ് ഇതിൻ്റെ പേര്, ഈ പൂവിൻ്റെ പേര്? ഉണ്ടോ? അപ്പുറത്തെ വീട്ടിലേക്ക് പടർന്നു കിടക്കുക എല്ലാവരും. തൊട്ട വീട്ടിലേക്ക് അവരെ അതിക്രമിച്ചുകൊണ്ട് കടന്നിരിക്കുകയാണ്. ഉണ്ടോ? ക്ഷേത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പൂവാണിത് കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ നിങ്ങൾ ഈ പൂവിൻ്റെ പേരും കൂടെ ഒന്ന് കുറിക്കണേ. തെച്ചി, മന്ദാരം, തുളസി അല്ല, അമ്പലത്തിൽ പൂജിക്കുന്ന പൂവാണിത്. എനിക്കിപ്പോൾ ഇങ്ങനെ പ്രായമായപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മറക്കും പേരുകളൊക്കെ. എൻ്റെ മക്കളുടെ പേരും കൂടെ ഞാൻ മറന്നു പോകുന്നു ഇപ്പോൾ കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എൻ്റെ. നിറച്ച് പൂത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഒരു 4 പൂവ് രാവിലെ, ഒരു 4 പൂവ് വൈകിട്ടും എടുത്ത് നമ്മുടെ വിളക്കത്ത് വയ്ക്കും. അല്ലാതെ തലയിലൊന്നും വയ്ക്കാൻ കൊള്ളില്ല കേട്ടോ. ഇതൊരു ചന്തമല്ലേ. അപ്പോൾ അങ്ങനെ തുളസിക്കതിർ നുള്ളിയെടുത്ത കണ്ണൻ ഒരു മാലയ്ക്കായി കണ്ടോ, തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി ചാർത്താൻ ഞാനെന്നും. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി തൊട്ടാത്ത നൂലിൽ കെട്ടി ചാർത്താൻ ഞാനെന്നും. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ചാർത്താൻ ഞാനെന്നും. കണ്ണാ 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 കണ്ണാ, എന്നെ രക്ഷിക്കണേ കണ്ണാ, ഭഗവാനേ, ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കാം നമുക്കല്ലേ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങളുടെ വിഷമം മാറാനാണ് ഞാൻ ലാസ്റ്റിൽ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ കർഷകർക്കും മനസ്സ് നിറയട്ടെ, സന്തോഷം വരട്ടെ, അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.